ജനങ്ങളെല്ലാവരും ഇപ്പോൾ വലിയ എക്സൈറ്റ്മെൻറ്റിലാണ്. അതിന് കാരണം അവർ ആദ്യമായി യേശുവിൻ്റെ വലിയൊരു അത്ഭുതം കണ്ടു. 5 അപ്പം 5000 പേർക്കായി വിഭജിച്ച് കണ്ട ആ അത്ഭുതത്തിലെ അപ്പം ഭക്ഷിച്ചു. അങ്ങനെ വലിയ സന്തോഷത്തിലാണ്. സന്തോഷത്തിലൊക്കെ നിൽക്കുമ്പോൾ അവർക്ക് ക്രിസ്തു ഒരു സെൻഡ് ഓഫ് കൊടുത്ത് വിടുകയാണ്. പിന്നീട് കാണാമെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും യാത്രയാക്കി. എന്നിട്ട് യേശുനാഥൻ ശിഷ്യന്മാരോട് പറയുന്നു, ഇന്ന് നിങ്ങൾ മറുകരയിലേക്ക് പോകും. വഞ്ചിയിൽ കയറി തനിക്ക് മുമ്പേ മറുകരയിലുള്ള ബെത്സയിലേക്ക് പോകാൻ അവൻ ശിഷ്യന്മാരെ നിർബന്ധിച്ചു. ചിലപ്പോൾ രാത്രിയൊക്കെ ആയതുകൊണ്ട് യേശുവിനെ ഒറ്റയ്ക്കാക്കാനൊക്കെ അവർ വിസമ്മതിച്ചിട്ടുണ്ടാവണം. എല്ലായിടത്തും കൂടെ നടക്കുന്നതല്ലേ. പക്ഷേ എങ്കിലും യേശു നിർബന്ധിച്ചു വിടുകയാണ്. അങ്ങനെ അവർ മറുകരയിലേക്ക് പോകുന്നു. വഞ്ചിയിൽ കയറി അവരിപ്പോൾ നടുക്കെത്തിയപ്പോൾ കാറ്റും കൊണ്ടുണ്ടാവുകയാണ്. ഈ നിമിഷമാണ് യേശു വെള്ളത്തിൽ. എനിക്ക് ഇന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം ഇതാണ്, ഈ അത്ഭുതങ്ങൾക്ക് ഒരു അർത്ഥമുണ്ട്. അതിന് കാരണം അവൻ്റെ ശരീരം അല്പം പോലും ഭാരമില്ലാതാകുമെന്ന് അവൻ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ ഭാരമില്ലാത്ത ഒരു ശരീരത്തെ ക്രിസ്തു ആ ഭൂമിയിൽ പഠിപ്പിച്ചു. ഇതുതന്നെയാണ് ദിവ്യകാരുണ്യത്തിലും നാം കാണുന്നത്. അല്പം പോലും ഭാരമില്ലാതെ ക്രിസ്തു നമ്മുടെ കരങ്ങളിൽ നിൽക്കുന്നു.